ഹലോ, നമ്മൾ മൈക്രോ പ്രോസസ്സറിൻ്റെ പ്രോഗ്രാമിംഗ് ടെക്നിക്സ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. 3 പ്രോഗ്രാമിംഗ് ടെക്നിക്കാണ് ഉണ്ടായിരുന്നത്: ലൂപ്പിംഗ്, ഇൻഡെക്സിങ് ആൻഡ് ഡിലേ ജനറേഷൻ. ഇപ്പോൾ നമ്മൾ ലൂപ്പിങ്ങിനാണെങ്കിലോ അല്ലെങ്കിൽ കൗണ്ടിങ്ങിനാണെങ്കിലോ ഒക്കെ നമ്മൾ മൈക്രോ പ്രോസസ്സർ എന്ന് പറയുമ്പോൾ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ളൊരു സർക്യൂട്ടാണ് അല്ലേ. അപ്പോൾ ഇത്രയും ഫാസ്റ്റിൽ നമുക്ക് കൗണ്ടിങ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ ഈ കൗണ്ടിങ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സ് കറക്റ്റായിട്ട് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു ഡിലേ അവിടെ കൊടുക്കേണ്ട ആവശ്യമുണ്ടാകും അല്ലേ. അപ്പോൾ ഇങ്ങനെ ഡിലേ അതിൽ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിലേ പ്രോഗ്രാംസ് യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ബേസിക്കലി 3 ടൈപ്പ് ഓഫ് ഡിലേ ജനറേഷൻ മെത്തേഡ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ NOP ഇൻസ്ട്രക്ഷൻ വെച്ചിട്ട്, അതായത് നോ ഓപ്പറേഷൻ ഇൻസ്ട്രക്ഷൻ വെച്ചിട്ട് നമുക്ക് ഡിലേ ജനറേറ്റ് ചെയ്യാം. പിന്നെ 8-ബിറ്റ് രജിസ്റ്റർ വെച്ചിട്ട് ഡിലേ ജനറേറ്റ് ചെയ്യാം. പിന്നെ ഒരു രജിസ്റ്റർ പെയർ വെച്ചിട്ട്, രജിസ്റ്റർ പെയർ എന്ന് പറഞ്ഞാൽ 16-ബിറ്റ് രജിസ്റ്റർ പെയർ വെച്ചിട്ട് നമുക്ക് ഡിലേ ജനറേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ എങ്ങനെയാണ് ഈ ഡിലേ ജനറേറ്റ് ചെയ്യാൻ നോക്കാം. നമുക്ക് പ്രോഗ്രാമിംഗ് ടെക്നിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ ഉള്ള വീഡിയോയിൽ പറഞ്ഞ 2 ടെക്നിക്സും ഈ ഡിലേ ജനറേഷനും എഴുതേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നോ ഇൻസ്ട്രക്ഷൻ, അതായത് നോ ഓപ്പറേഷണൽ ഇൻസ്ട്രക്ഷൻ ആണ്. അതായത് ഒരു NOP എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്ട്രക്ഷൻ നമ്മൾ മൈക്രോ പ്രോസസ്സറിൻ്റെ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഇപ്പോൾ അപ്രോക്സിമേറ്റ്ലി 8.4 മൈക്രോ സെക്കൻഡ് വരെ ഡിലേ അവിടെ ജനറേറ്റ് ചെയ്യും. അത്രയേ ഉള്ളൂ ഇത് പറയുന്നത്. അപ്പോൾ NOP എന്ന് പറഞ്ഞാൽ നോ ഇൻസ്ട്രക്ഷൻ, നോ ഓപ്പറേഷൻ, അതായത് ഇത് ഇപ്പോൾ ഒരു പ്രോഗ്രാം ഇങ്ങനെ റണ്ണാണ്, അതിൻ്റെ ഇടയിൽ NOP കൊടുത്താൽ ഇപ്പോൾ ഇവിടെ കുറച്ച് ഒരു ടൈം ഡിലേ വരും. അതിനുശേഷം നെക്സ്റ്റ് ലൈനിലേക്ക് പ്രോഗ്രാം റൺ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ടൈം ഡിലേ യൂസിങ് 1 രജിസ്റ്റർ. അപ്പോൾ നിങ്ങൾ ഇവിടെ 1 രജിസ്റ്റർ വെച്ചിട്ട് ഡിലേ ജനറേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലോ ചാർട്ട് എഴുതണം. ഒരു പ്രോഗ്രാം ഞാനിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാമും ഫ്ലോ ചാർട്ടും പഠിച്ചു പോകണം. സിമ്പിളാണ്. നമുക്ക് എന്താണ് ഇതിൻ്റെ വർക്കിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഇത് നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ, ഡിലേ ജനറേറ്റ് ചെയ്യാണ്. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് ഈ 1 രജിസ്റ്റർ വെച്ചിട്ട്, 1 രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ 8 ബിറ്റ്. ഓക്കെ, 1 രജിസ്റ്റർ വെച്ചിട്ട് എങ്ങനെയാണ് ഡിലേ ജനറേറ്റ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് ഈ ഫ്ലോ ചാർട്ടിലേക്ക് നോക്കാം. അതായത് ഈ ഒരു രജിസ്റ്ററിലേക്ക്, ഇപ്പോൾ C എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രജിസ്റ്റർ എടുക്കുക. ഈ രജിസ്റ്ററിലേക്ക് ഒരു വാല്യൂവിനെ ലോഡ് ചെയ്യുക. ഓക്കെ, സിയിലേക്ക് ഇപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷനാണ് ഞാൻ ഫസ്റ്റ് ലൈനിൽ എഴുതിയിട്ടുള്ളത്. അത് മൂവ് ഇമ്മീഡിയറ്റ് ഇൻസ്ട്രക്ഷൻ, അതൊക്കെ MVI അല്ലേ, മൂവ് ഇമ്മീഡിയറ്റ് ഇൻസ്ട്രക്ഷൻ C,FFH. അതായത് FF എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡാറ്റനെ C എന്ന് പറഞ്ഞിട്ടുള്ള രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ C എന്ന് പറഞ്ഞിട്ടുള്ള രജിസ്റ്ററാണിത്. ഇതിൽ FF എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡാറ്റ ലോഡ് ചെയ്യും. ഈ H എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു ഹെക്സാഡെസിമൽ ഡാറ്റയാണെന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് H കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ലൈൻ കിട്ടിയില്ലേ. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, നെക്സ്റ്റ് നമുക്ക് കുറച്ച് ടൈം ഡിലേ ആണ് ജനറേറ്റ് ചെയ്യേണ്ടത് അല്ലേ. നെക്സ്റ്റ് എന്താ, ഈ രജിസ്റ്ററിലുള്ള വാല്യൂ ഡിക്രിമെൻറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇതിൽ വാല്യൂ 5 ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, അത് FF അവിടെ നിൽക്കട്ടെ, നമുക്ക് അതിൻ്റെ വാല്യൂ എന്ത് ചെയ്യുക, 5 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഡിക്രിമെൻറ്റ് രജിസ്റ്റർ, അതിന് ശേഷം രജിസ്റ്ററിൻ്റെ വാല്യൂ എന്ത് ചെയ്തു, 4 ആക്കി മാറ്റി. ഓക്കെ, അപ്പോൾ രജിസ്റ്ററിൻ്റെ വാല്യൂ 5 ആണ്. ഡിക്രിമെൻറ്റ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ആ 5 മാറി 4 ആയി. അതിനുശേഷം എന്ത് ചെയ്യും, രജിസ്റ്ററിൻ്റെ വാല്യൂ 0 ആണോ ചെക്ക് ചെയ്യും. 0 അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നേരെ വീണ്ടും ലൂപ്പിലേക്ക് തന്നെ വരും. പിന്നെയും രജിസ്റ്റർ എന്ത് ചെയ്യും, ഡിക്രിമെൻറ്റ് ചെയ്യും. ഡിക്രിമെൻറ്റ് ചെയ്തിട്ട് 1 ഡിക്രിമെൻറ്റ് 3 ആവും. 3 ആയതിനു ശേഷം എന്ത് ചെയ്യും, നേരെ രജിസ്റ്റർ വാല്യൂ 0 ആണ് നോക്കും. 0 അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നേരെ ഡിക്രിമെൻറ്റ് വീണ്ടും ലൂപ്പിലേക്ക് വരും, ഡിക്രിമെൻറ്റ് ചെയ്യും. 3 ഉള്ളത് 2 ആവും. 0 ചെക്ക് ചെയ്യും, 0 ആണോ ചെക്ക് ചെയ്യും, അല്ല. വീണ്ടും 1 ആവും, 0 ആണ് ചെക്ക് ചെയ്യും, അല്ല അല്ലേ. നേരെ 1 പിന്നെ എന്താ ചെയ്യും, 0 ആവും. 0 ആണെന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള പ്രോഗ്രാമിൻ്റെ പാർട്ടിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ നോക്കിയാൽ ഇവിടെ നിന്ന് ഇങ്ങനെ പ്രോഗ്രാം
റൺ ചെയ്ത് ഇവിടുന്ന് മുതൽ നമ്മൾ എന്ത് ചെയ്യുക, ഡിലേ ജനറേറ്റ് ചെയ്യാൻ തുടങ്ങി അല്ലേ. ഡിലേ ജനറേറ്റ് ചെയ്ത് ഇവിടെ കടന്ന് കുറച്ച് നേരം ഇങ്ങനെ കളിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ എത്രയാണ് കൊടുക്കുന്നത് അത്ര നേരം ഇങ്ങനെ കളിച്ച് കഴിഞ്ഞ്, അപ്പോൾ ആ സമയം എന്ത് ചെയ്യുക, അത്രയും ഡിലേ ആ ഫാസ്റ്ററായിട്ടുള്ള ഒരു പ്രോഗ്രാം റണ്ണിങ്ങിൽ ഒരു ഡിലേ ഇവിടെ നമുക്കിങ്ങനെ ജനറേറ്റ് ചെയ്തെടുക്കാൻ കഴിയും. കണ്ടോ, ഇതിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു, ഈ ബാക്കിയുള്ള പാർട്ടിലേക്ക് പോകണില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കോഡൊന്ന് നോക്കാം. നമ്മൾ ഇവിടെ എന്താ ചെയ്തത്, മൂവ് ഇമ്മീഡിയറ്റ് ഇൻസ്ട്രക്ഷൻ സി എന്ന് പറഞ്ഞിട്ടുള്ള രജിസ്റ്ററാണ്, അതിലേക്ക് എഫ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡാറ്റ കൊടുത്ത്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഡിക്രിമെൻറ്റ് രജിസ്റ്റർ അല്ലേ, അപ്പോൾ ഡിക്രിമെൻറ്റ് സി, അതായത് സി എന്ന് പറഞ്ഞിട്ടുള്ള രജിസ്റ്ററാണ് ഡിക്രിമെൻറ്റ് ചെയ്യുന്നത്. ഇനി ഇത് എന്താ നോക്കണം, ഈ രജിസ്റ്റർ ഈക്വൽ ടു 0 ആണ് നോക്കും. അപ്പോൾ ജമ്പ് നോൺ സീറോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്ട്രക്ഷൻ വെച്ച് കഴിഞ്ഞാൽ മതി. അപ്പോൾ ഇവിടെ ലൂപ്പ് ചെയ്യും. ഓക്കെ, ഈ ലൂപ്പിലേക്ക് വീണ്ടും കടക്കും. നോൺ സീറോ ആണെങ്കിൽ എന്ത് ചെയ്യും, ഈ ലൂപ്പിലേക്ക് പോകും. അല്ല സീറോ ആണെന്നുണ്ടെങ്കിൽ റെസ്റ്റ് ഓഫ് ദി പ്രോഗ്രാമിലേക്ക് അതിൻ്റെ കൺട്രോൾ പാസ് ചെയ്യും. ഓക്കെ, അതാണ് ഡിലേ ജനറേഷൻ യൂസിങ് വൺ രജിസ്റ്റർ. ഓക്കെ, ഇനി ഇതേപോലെ നമുക്ക് ഈ ഡിലേ കുറച്ചും കൂടി കൂട്ടണം. അതായത് ഇപ്പോൾ ഒരു രജിസ്റ്റർ വെച്ചിട്ട് നമുക്ക് ഡിലേ പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഡിലേ, ഒരു ടൈം ഡിലേ കൂട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു രജിസ്റ്റർ പെയർ വെക്കും. അപ്പോൾ രജിസ്റ്റർ പെയർ എന്ന് പറയുമ്പോൾ അത് എത്ര ബിറ്റായിരിക്കും, ഒരു രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ 1 രജിസ്റ്റർ ആണെങ്കിൽ അത് 8 ബിറ്റാണ്, 8085. ഒരു രജിസ്റ്റർ പെയർ എന്ന് പറയുമ്പോൾ 16 ബിറ്റാവും. ഓക്കെ, ഇപ്പോൾ ഇവിടെ എങ്ങനെയാണ് ചെയ്തത്, അപ്പോൾ നോക്കിയാൽ ഇൻസ്റ്റെഡ് ഓഫ് 8 ബിറ്റ് കൗണ്ടർ വി ക്യാൻ ഡു സെയിം ടാസ്ക് വിത്ത് 16 ബിറ്റ് രജിസ്റ്റർ പെയർ. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഇവിടെ മോർ ടൈം ഡിലേ ജനറേറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇവിടെ ചെയ്യുന്നത്, ഇതിൻ്റെ പ്രോഗ്രാംസ് ഒന്ന് നമുക്ക് നോക്കാം, ഇൻസ്ട്രക്ഷൻസ് ഒന്ന് നോക്കാം. ഇവിടെ നോക്കാം, LXI ബി എന്ന് പറഞ്ഞൊരു രജിസ്റ്ററിലേക്കാണ് നമ്മൾ നേരത്തെ സി എന്ന് പറഞ്ഞൊരു രജിസ്റ്റർ ചെയ്യുന്നത് അല്ലേ. ബി എന്ന് പറഞ്ഞാൽ ഒരു രജിസ്റ്റർ പെയറാണ്. ബി എന്ന് പറഞ്ഞ രജിസ്റ്റർ പെയറാണെങ്കിൽ ബിയും സിയും കൂടി ചേർന്നൊരു രജിസ്റ്റർ പെയറാണ്. അപ്പോൾ അതിനെ ഒരു സിംഗിൾ ടൈം ഇട്ടിട്ട് ബി എന്ന് പറഞ്ഞിട്ടുള്ള രജിസ്റ്ററാക്കി നമുക്ക് ഇൻസ്ട്രക്ഷനിൽ റൺ ചെയ്യാൻ കഴിയും. അപ്പോൾ ബി എന്ന് പറഞ്ഞ രജിസ്റ്ററിൽ 2384 എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാല്യൂ സ്റ്റോർ ചെയ്തു. അപ്പോൾ അതിൽ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്, 23 എന്ന് പറഞ്ഞിട്ടുള്ളത് ബിയിലും സിയിൽ 84 അല്ലേ, 84 സിയിലും സ്റ്റോർ ചെയ്തു ഇപ്പോൾ നിലവിൽ. അതിനുശേഷം നമ്മൾ ഡിക്രിമെൻറ്റിന്, അപ്പോൾ ഇവിടെ നേരത്തെ യൂസ് ചെയ്തിരുന്നത് എന്തായിരുന്നു നോക്കിയാൽ, ഡിക്രിമെൻറ്റ് സി അല്ലേ, DCR എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രക്ഷൻ ആയിരുന്നു. അപ്പോൾ DCR എന്ന് പറഞ്ഞാൽ സിംഗിൾ രജിസ്റ്ററിനെ ഡിക്രിമെൻറ്റ് ചെയ്യാൻ, രജിസ്റ്ററിലുള്ള വാല്യൂവിനെ ഡിക്രിമെൻറ്റ് ചെയ്യാനാണ് DCR എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്ട്രക്ഷൻ നമ്മൾ ഉപയോഗിക്കൽ. അപ്പോൾ രജിസ്റ്റർ പെയറിലാണെങ്കിൽ DCX ആണ് യൂസ് ചെയ്യുക. ഓക്കെ, DCX യൂസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഡിക്രിമെൻറ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ ഇപ്പോൾ DCX യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് എന്ത് കിട്ടും, ഒന്ന് ഡിക്രിമെൻറ്റ് ചെയ്യാൻ 2383 കിട്ടും, ഒന്നുകൂടി ഡിക്രിമെൻറ്റ് ചെയ്യാൻ 2382. അതങ്ങനെ ഡിക്രിമെൻറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ ഇതിങ്ങനെ ഡിക്രിമെൻറ്റ് ചെയ്ത് പോയിട്ട് അവസാനം 0 എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാല്യൂ കിട്ടും അല്ലേ. ഡിക്രിമെൻറ്റ് ചെയ്ത് ഏറ്റവും അവസാനം നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, 0 എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാല്യൂ കിട്ടും. ഓക്കെ, ഇനി നോക്കിയാൽ ഇവിടെ അങ്ങനെ ബിയിലുള്ള വാല്യൂ 0 ആയി മാറി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, സിയിൽ എന്താണോ കണ്ടൻറ്റ് ഉള്ളത് അത് നമ്മൾ അക്യുമുലേറ്ററിലേക്ക് മൂവ് ചെയ്യിക്കാം. അതായത് ഇപ്പോൾ സിയിൽ ഇപ്പോൾ ലാസ്റ്റ് 00 ആണെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, അക്യുമുലേറ്റർ രജിസ്റ്ററിലേക്ക് 00 മൂവ് ചെയ്യിക്കാം. ഓക്കെ, അതായത് ഇപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്, അതായത് എയിലുള്ള വാല്യൂ ഇപ്പോൾ ബിയിലുള്ള വാല്യൂ സിയിലുള്ള വാല്യൂ 00, ഇത് രണ്ടും 00 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഈ ഒരു പോയിന്റ് ഇവിടെ അവസാനിച്ചിട്ട് റെസ്റ്റ് ഓഫ് ദി പ്രോഗ്രാമിലേക്ക് റൺ ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ഇത് നേരെ ഇങ്ങനെ നെക്സ്റ്റ് ഒരു ഐട്രേഷനിലേക്ക് തന്നെ പോകും അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, ഇത് രണ്ടും 0 ആണെന്ന് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവരെ രണ്ടാളെയും ഓർ ചെയ്താൽ പോരെ. അതായത് ബി ഓർ സി ലോജിക്കൽ ഓർ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവർ രണ്ടാളും 0 ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റൂലേ. ഓക്കെ, ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിൻ്റാണ്, നമുക്ക് ഓർ ഓപ്പറേഷൻ ഒരു ഓർ ഓപ്പറേഷനിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്നത് ഒരു രജിസ്റ്ററും പിന്നെ ഒരു അക്യുമുലേറ്ററും വെച്ചിട്ടായിരിക്കും വർക്ക് ചെയ്യുക. ഓക്കെ, അക്യുമുലേറ്റർ രജിസ്റ്റർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും,
ഏതെങ്കിലും ഒരു വാല്യൂവിൻ്റെ കണ്ടൻറ്റ് അക്യുമുലേറ്ററിലേക്ക് മൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ സീൻ്റെ വാല്യൂവിൻ്റെ കണ്ടൻറ്റ് നമുക്ക് അക്യുമുലേറ്ററിലേക്ക് മൂവ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇപ്പോൾ അക്യുമുലേറ്ററിൽ എന്തുണ്ട്, അക്യുമുലേറ്ററിൽ സീൻ്റെ വാല്യൂ ഉണ്ട് അല്ലേ. അതിനുശേഷം എന്ത് ചെയ്യും, ഈ എയും ബിയും ഓർ ചെയ്താൽ പോരെ. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓർ എ ബി എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രക്ഷൻ. അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ ചെയ്ത പോലെ ജമ്പ്, അത് നോൺ സീറോ ആണെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഓപ്പറേഷൻ നോൺ സീറോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ലൂപ്പിലേക്ക് പോവുക. സീറോ ആണെന്നുണ്ടെങ്കിൽ നേരെ തിരിച്ച് ഇതിലേക്ക് വരിക, റെസ്റ്റ് ഓഫ് ദ പ്രോഗ്രാമിലേക്ക് വരിക. അങ്ങനെ ഒരു ഡിലേ ഇവിടെ രജിസ്റ്റർ പെയർ വെച്ചിട്ട് ഡിലേ ജനറേറ്റ് ചെയ്യും. ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഇൻസ്ട്രക്ഷൻ വെച്ചിട്ട് ഈ ഫ്ലോ ചാർട്ട് ഡെവലപ്പ് ചെയ്തതാണ് അല്ലേ. ഫസ്റ്റ് നമ്മൾ ഒരു രജിസ്റ്റർ പെയറിലേക്ക് നമ്മൾ ഡിലേ എത്രയാണോ വേണ്ടത് അത്ര കണ്ടൻറ്റ് ഇതിലേക്ക് ലോഡ് ചെയ്യാണ്. ഓക്കെ, കണ്ടൻറ്റ് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ കണ്ടൻറ്റ് രജിസ്റ്റർ ഡിക്രിമെൻറ്റ് ചെയ്യാം. ഡിക്രിമെൻറ്റ് ചെയ്ത് അതിൻ്റെ എന്താണോ രജിസ്റ്ററിലുള്ളത് അത് അക്യുമുലേറ്ററിലേക്ക് സ്റ്റോർ ചെയ്യാം. അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്ത അക്യുമുലേറ്ററിൻ്റെ വാല്യൂം അടുത്ത ഒരു രജിസ്റ്ററിൻ്റെ വാല്യൂം ഓർ ചെയ്യുക. ഓർ ചെയ്തിട്ട് എപ്പോഴാണോ സീറോ കിട്ടുന്നത് അപ്പോൾ എന്ത് ചെയ്യുക, പ്രോഗ്രാമിൽ ആ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങുക. അല്ലാന്നുണ്ടെങ്കിൽ ആ ലൂപ്പിൽ തന്നെ ഇട്ട് കറങ്ങുക. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട്. അപ്പോൾ ഇതും പഠിക്കുക, ഈ ഒരു പ്രോഗ്രാം പഠിക്കുക. അപ്പോൾ ഡിലേ ജനറേഷൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കാര്യത്തിൽ നിന്ന് ഇരുന്ന് പഠിക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഞാൻ അടുത്തൊരു വീഡിയോ ഇടാം.